ആയിരിക്കുകയാണ് നമ്മൾ നാട്ടിൽ പോവാന്ന്. പോണത് നാട്ടിലേക്ക്. ആ ദിവസം ആയിരിക്കുകയാണ് നമ്മൾ നാട്ടിൽ പോവാന്ന്. പൊലച്ചക്ക് 5 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ പൊലച്ചക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാൾക്കാർ കട്ടൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ചായ കൂടി കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. ഇൻഷാല്ലാ അപ്പം ഒന്ന് ഈവനിങ് നാട്ടിലെത്തും. ആ മധുരട്ടാ എന്ത് മധുരമുള്ള എൻ്റെ മധുരമില്ല. ഫസ്റ്റ് ദിവസം മധുരമില്ലാത്ത. നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി ബാഗേജ് നമുക്ക് ട്രോളി കയറ്റണം. ബാഗും നമ്മള് പോവുകയാണ്. ഇങ്ങോട്ടാണ് ഡോറ പോണത്, നാട്ടിലേക്ക്. നമ്മൾ പോയി വരാം. ഓക്കെ ബൈ. 15 55 റിയാലിന് സർവേ കിട്ടണതിന് 449 കേജ് കൂടിയോ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങിച്ചു പോയി. അതാണ് ഇതലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. 53 റിയാല്. നമ്മള് എയർപോർട്ടില് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മള് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റാണ്. ഒക്കെ റോഡിന്റെ നമ്മൾ എത്താന് ഉള്ളിലൊരു സങ്കടമുള്ള പോലെ കണ്ണൊക്കെ നിറഞ്ഞാണ്. കണ്ണൊന്നും അറിയില്ല. മോനിപ്പനോട് പോകുമ്പോ സങ്കടമാവൂലേ? ഈ പ്രാവശ്യം പിന്നെ ഞാൻ നിലവിളിച്ചില്ല. കുറച്ച് നിലവിളിച്ചിട്ട് കുറെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വൈകുന്നേരം 4 മണിക്ക് പോകും, എത്തുവാണ്. ഉണ്ട് കേട്ടാൻ തോന്നുന്നുണ്ടോ? ഇതിനപ്പ തൊട്ട് ഉണ്ട് സാധനം. ഇവിടെ ആയിക്കോട്ടെ, അടുപ്പെടുക്കണ്ട. തൊടല്ലിയത് ഉണ്ട് സാധനം. എന്തോ സാധനം കാര്യമായിട്ട് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറച്ചൊക്കെ പിടുത്തം കിട്ടുന്നുണ്ട് അല്ലേ? ഈ സാധനം മേത്തിടേണ്ടത്. ഇത് നമുക്ക് ടൈറ്റ് ആകുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കാം, എന്നിട്ട് ലൂസാക്കാം, എന്നിട്ട് എത്രയാക്കി ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറ്റിക്കേണ്ട ശേഷം കുറച്ചുകൂടി വലിച്ചു കൊടുക്കാം. അർജുൻ സൂക്ഷിച്ചൊക്കെ ഇരുന്നോളാം, വിമാനാണ്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി ആയത്.
എയർപോർട്ടിലെത്തി. ഇനി ഫ്ലൈറ്റ് കയറാൻ സമയമല്ല. ഒരു ഫ്ലൈറ്റ് കൂടി നമ്മളെ നാട്ടിലെത്തിട്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന പോപ്പേ. യാത്ര ചെയ്യുമ്പോൾ ഒറ്റക്കായപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ഇക്ക നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ടോ. നമ്മളെ ഈ ഒരു കാവടി തുള്ളിപ്പോണ ഇവനുണ്ടല്ലോ, ഇവൻ ഈ ട്രോളി അതിൻ്റെ ഉള്ളിൽ വെച്ചെങ്ങാണ്ട് ഞങ്ങളെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ നേരമാണ് ട്രോളി കാണുന്നില്ല. അപ്പം പിന്നെ നേരെ ആക്കാൻ വന്ന് എല്ലാം സെറ്റാക്കി തന്നു. നമ്മളെ കാലിക്കറ്റിൻ്റെ നമ്മളെ ഈ വയറ്റിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. നമുക്ക് കാലിക്കറ്റിലേക്ക് നേരെ അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ അപ്പുറത്ത് കാണാം. മേഘങ്ങൾ ഈ ഒരു വ്യൂ കാണുമ്പോഴാണ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് എത്തിയ ഒരു ഫീല്, വല്ലാത്തൊരു സന്തോഷമാണ് ഈ ഒരു ലാൻഡിങ് വ്യൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതായാലും കാലിക്കറ്റ് എയർപോർട്ടിലെത്തി. അവിക്കാൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്ത്. അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ പോയി. വീട്ടിൽ ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴിക്ക് ഫുഡൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ടോ. കാരണം ഫ്രണ്ട് ഫുഡൊക്കെ വാങ്ങി തന്നു. കാരണം ഇനി അവിടെ എത്തിയിട്ട് അവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഇതായിരിക്കില്ലല്ലോ. അങ്ങനെ പോണ വഴിക്ക് തന്നെ ഇപ്പം ഇങ്ങനെ റോഡുമ്മ കൂടി പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആശിനെ കണ്ട് ഇപ്പം ഷോക്കായിട്ടോ. പാടല്ല ടീമായി അങ്ങോട്ട് ഇറക്കിയ അതിലെന്താണ് അതിന്റെ ഉള്ളിലാണല്ലോ അപ്പാപ്പ. അപ്പാപ്പ അതിന്റെ ഉള്ളിലാണല്ലോ. അപ്പാപ്പ വന്നില്ലല്ലോ. അപ്പാപ്പ ഷൂട്ടിക്കുള്ള സംഭവം